പക്ഷേ ചിലർക്കിടയിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു, കുളിസിൻ കാക്ക. കുളക്കടവിൽ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു കാണുന്ന പതിവ് ഇയാൾക്ക് ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ഇയാളെ കുളിസിൻ കാക്ക എന്നാണ് നാട്ടുകാർ വിളിച്ചു പോന്നിരുന്നതെന്ന മൊഴിയും ചിലർ പോലീസിന് നൽകി. ഇതല്ലാതെ അയാളുടെ കുടുംബത്തെ പറ്റിയോ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. ഇതേ തുടർന്ന് മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ തന്നെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. പക്ഷേ മാത്യു പോലീസിനോട് പറഞ്ഞിരുന്ന അതേ വാദങ്ങൾ തന്നെയാണ് മുഹമ്മദിനും പറയാനുണ്ടായിരുന്നത്. ഉള്ളിലുണ്ടായിരുന്ന ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ കൂട്ടത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദിനെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തു. അതിങ്ങനെയായിരുന്നു: നിന്റെ എത്രാമത്തെ കുത്തിലാണ് മേരി കൊല്ലപ്പെട്ടത്? ആ ചോദ്യത്തിൽ അയാൾ ഒന്ന് നടുങ്ങിപ്പോയി. മുഹമ്മദിന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവമാറ്റങ്ങളിൽ നിന്നും ഇയാൾ തന്നെയാണ് കൊലപാതകി എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു. പക്ഷെ അത് സമ്മതിക്കാൻ ആദ്യം അയാൾ തയ്യാറായിരുന്നില്ല. നീയാണ് മേരിയെ കൊന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം, എങ്ങനെയാണ് കൊന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നായിരുന്നു അദ്ദേഹം പിന്നീട് ചോദിച്ചത്. പിന്നീട് മാത്യുവിന്റെയും മേരിയുടെയും വിശ്വസ്തനായ മുഹമ്മദിന്റെ തുറന്നു പറച്ചിലായിരുന്നു ഒരു കുറ്റസമ്മതം. റബ്ബർ പാൽ എടുത്ത് വെക്കണമെന്ന് മേരിയോട് പറഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ മുഹമ്മദ് തിരികെ റബ്ബർ തോട്ടത്തിലേക്ക് എത്തി.